വൈജ്ഞാനിക രംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുകയും ഇസ്ലാമിന് തനതായ രൂപം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ജാമിഅ വഹബിയ്യക്ക് 60 വയസ്സ് പൂർത്തിയാവുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന വിഷയമാണ്. ദൈവാസ്തിക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അവൻ ഏകനാണോ അതോ ബഹുദൈവങ്ങളാണോ എന്ന ചർച്ച ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടക്കം കുറിക്കപ്പെട്ടതും അനേകം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള തെളിവുകൾ നിരത്തിയുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയതുമാണ്. എന്നാൽ ഈ ലോകത്തിന് സ്രഷ്ടാവ് ഉണ്ട് എന്നും അവൻ ഏകനുമാണ് എന്ന യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങളും. അന്ന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. വകാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഏകകണ്ഠമായി അല്ലാഹു തആലാന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരും അല്ലാഹുവല്ലാതെ മറ്റ് ഇലാഹുകളില്ല എന്ന സത്യാദർശം ഉൾക്കൊള്ളുന്നവരുമായിരുന്നു. പിന്നീടാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ തുടങ്ങിയത്. മറ്റൊരായത്തിൽ ഈ കാര്യം അല്ലാഹു തആല പറഞ്ഞത് വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദത്തൻ ഫഖ്തലഫു. ആദ്യം ജനങ്ങൾ എല്ലാവരും ഏകമനസ്കരായ ആളുകളായിരുന്നു, സത്യാദർശം ഉൾക്കൊള്ളുന്നവരായിരുന്നു. പിന്നീടാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത്. ഈ ഒരു കാലഘട്ടം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ഇടക്കുള്ള 10ഓളം തലമുറകളായിരുന്നു എന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ലോകത്തിന് സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന ചർച്ചകൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല അനേകം സ്പഷ്ടമായ തെളിവുകളിലൂടെ ഈ ലോകത്തിനൊരു സ്രഷ്ടാവ് ഉണ്ട് എന്നും അവൻ ഏകനായ തമ്പുരാനാണെന്നും വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാഹു തആല മനുഷ്യരെ പടച്ചിരിക്കുന്നതും. പ്രത്യേകമായ ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഏതൊരു മനുഷ്യനും ബോധ്യമാകുന്ന രീതിയിലാണ് അല്ലാഹു തആല മനുഷ്യന്മാരെ പടച്ചിരിക്കുന്നത്. ശുദ്ധമായ പ്രകൃതിയിൽ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞു, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹു തആലയുടെ ഏകത്വവും അല്ലാഹു തആല ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ് എന്ന സത്യവും മനസ്സിലാക്കാൻ പറ്റുന്ന ശുദ്ധമായ പ്രകൃതിയിലാണ് അല്ലാഹു തആല എല്ലാവരെയും പടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനത്തിലൂടെയും ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര. എല്ലാവരെയും ശുദ്ധമായ പ്രകൃതിയിലാണ് അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. പിന്നെ മറ്റുള്ളതായ സാഹചര്യങ്ങൾ, ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ശുദ്ധമായ പ്രകൃതിക്കൊത്ത് നീങ്ങാൻ സാധിക്കാതെ വികലമായ ചിന്തയിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടുന്നത് എന്നാണ് ഈ ഹദീസിലൂടെയും ആയത്തിലൂടെയും സൂചിപ്പിക്കുന്നത്. വ്യക്തമായ അനേകം തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സ്ഥിരീകരിക്കുവാൻ വേണ്ടി അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകളെ നമ്മുടെ ആസ്തിത്വത്തിന്റെ മേലും ഏകത്വത്തിന്റെ മേലും അറിയിക്കുന്ന തെളിവുകളെ നാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. ഈ വിസ്മയകരമായ ലോകത്തിൽ അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ സ്വന്തം ശരീരത്തിലുമുണ്ട് എൻ്റെ ഏകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ വിസ്മയകരമായ ലോകത്തിന്റെ അത്ഭുതകരമായ അതിൻ്റെ ഘടനയെ സംബന്ധിച്ചും വ്യവസ്ഥാപിതമായ അതിൻ്റെ നീക്കങ്ങളെ പറ്റിയുമൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല ശക്തനായ അജയ്യനായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഏതൊരു ബുദ്ധിയുള്ള ആളുകളും മനസ്സിലാക്കാൻ നിർബന്ധിതരായിട്ട് മാറിയേക്കും. എന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ഇതിലെ ബാഹ്യമായ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും അവയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരിയൊരു പഠനം പഠിച്ചാൽ തന്നെ ഇതൊന്നും വെറുതെ പ്രകൃതിപരമായിട്ട് ഉണ്ടാവുകയില്ല എന്നും
നല്ല വിവരമുള്ള നല്ല ശക്തനായ ഒരാളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമുണ്ടാവില്ല. അത്ര അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹുത്തല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുത്തല പറയുന്നത്, ഇത്ര ആർക്കും ചിന്തിച്ചാൽ ബോധ്യമാകുന്ന തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ അള്ളാഹു അവതരിപ്പിച്ചിട്ട് അത് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ച് അള്ളാഹുത്തല പറഞ്ഞത് അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംശയമാണോ എന്ന് അത്ഭുതത്തോടുകൂടെ അള്ളാഹു തആല ചോദിക്കുകയാണ്. ചിന്തിക്കാൻ കഴിവുള്ളവർക്കെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്പഷ്ടമായ തെളിവുകളായതുകൊണ്ടാണ് അള്ളാഹു തആല ഈ തെളിവുകൾ വിവരിച്ചുകൊണ്ട് തൊട്ട് ബാക്കിലായിട്ട് പറയും, ഇതിലെല്ലാം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഇതിൽ പാഠങ്ങളുണ്ട്. ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഇതിലെല്ലാം തെളിവുകളുണ്ട്. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഅലമൂൻ, അതേപോലെ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഫ്ഖഹൂൻ, ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് തെളിവുകളുണ്ട് എന്ന് ഇങ്ങനെ അല്ലാഹു തആല ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്കും അനേകം തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിലും മനുഷ്യന്റെ ശരീരത്തിലുമെല്ലാം അല്ലാഹു തആല വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല വ്യക്തമായി അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് സ്രഷ്ടാവ് തന്നെ ഇല്ല എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ബുദ്ധിരാഹിത്യമാണ്. ആ സ്രഷ്ടാവ് ഏകനായ സ്രഷ്ടാവാണെന്നതും ബുദ്ധിപരമായി തന്നെ തെളിയിക്കാൻ പറ്റുന്ന അനേകം തെളിവുകൾ കൊണ്ട് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വാക്യമെന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ സമുദായങ്ങളുടെയും തൗഹീദിൻ്റെ വാക്യം ഇതുതന്നെയാണ്. ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ നിയുക്തരായത്. ശാഖാപരമായ കാര്യത്തിൽ സാരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തൗഹീദിൻ്റെ വാക്യത്തിൽ എല്ലാവരും ഒന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ പൂർവികരായ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചത് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ സാരം. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും അവർ എത്ര ഉന്നതരാണെങ്കിലും അവർ ആരാധനക്കർഹരല്ല. മുഴുവൻ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ അവർ ആരാധനയ്ക്ക് അർഹരാണെന്ന വിശ്വാസമാണ് ഇതിൻ്റെ നേർവിപരീതമായ വിശ്വാസം. അതിനാണ് ശിർക്ക് എന്ന് പറയപ്പെടുന്നത്. ഈ ശിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരൊറ്റൊരു മുസ്ലിമായ മനുഷ്യനെയും എവിടെയും കാണില്ല. കാരണം അള്ളാഹുവിന് പുറമെ ഇലാഹുകളുണ്ടെന്ന മൗഢ്യം പറയുന്ന മുസ്ലിമീങ്ങൾ ലോകത്താരുമില്ലല്ലോ. ഇസ്ലാമിക വെളിച്ചം അകത്ത് കടന്ന ഒരാളും ഏക സത്യദൈവമായ അള്ളാഹുവിൻ്റെ പുറമെ മറ്റൊരു ഇലാഹുകളുമില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുവചനത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. വ ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ വിവരിക്കുന്നത്, എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുമോ എന്ന കാര്യം ഞാൻ പേടിക്കുന്നില്ല, മറിച്ച് ഭൗതികമായ ഈ ലോകത്തെ സുഖാനുഭൂതികളിൽ നിങ്ങൾ മതിമറന്നു പോകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശദീകരണത്തിൽ നിന്ന് ശിർക്ക് ഈ സമുദായത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ആശയം വളരെ ലളിതവും സുതാര്യവുമാണ്. ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്കാരോപിക്കുവാൻ യാതൊരു ന്യായവുമില്ലെന്ന് ബോധ്യപ്പെടും. എന്നാൽ വിശ്വാസികൾക്കെതിരെ ശിർക്കാരോപിച്ചുകൊണ്ട് നിലവിൽ വന്ന ബിദ്ഈ കക്ഷികൾ അതിനുവേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തവും സുവ്യക്തവും കൃത്യവുമായ ഈ ആശയത്തിൽ, ഈ സാരത്തിൽ മായം ചേർക്കുകയാണ് ചെയ്തത്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ മഅബൂദും ബിഹഖ് എന്നാണല്ലോ ഇലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇബാദത്ത് എന്താണെന്നത് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്.
തഫ്സീർ ഗ്രന്ഥങ്ങൾ അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പോലത്തെ മുഫസ്സിറുകൾ ഇബാദത്തിനെ വിശദീകരിക്കുന്നത് അഖ്സാ ഗായത്തിൽ ഖുളൂഇ വ തദല്ലുൽ, പരമമായ വണക്കമെന്നാണ്. നിഹായത്തു തഅ്ലീം എന്നും ചില പ്രമുഖരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങേ അറ്റത്തെ വണക്കമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ വണക്കം അങ്ങേ അറ്റത്തെ വണക്കമാകുന്നത് വണങ്ങപ്പെടുന്ന ആൾ അങ്ങേ അറ്റത്തെ ശക്തിയാകുമ്പോഴാണ്. അപ്പോൾ പരമമായ ശക്തിക്ക് വണങ്ങുമ്പോഴാണ് പരമമായ വണക്കമുണ്ടായിത്തീരുന്നത്. പരമമായ ശക്തി റബ്ബാണെന്ന് വിശ്വസിക്കപ്പെടുന്ന, ഇലാഹാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരാണല്ലോ പരമമായ ശക്തി. അതിനാൽ ഇലാഹാണെന്നും റബ്ബാണെന്നുമുള്ള വിശ്വാസത്തോടു കൂടെ ഒരാൾക്ക് വണങ്ങുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയപ്പെടുക എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിൽ നമുക്ക് മനസ്സിലാക്കാം. മുൻഗാമികൾ ഇബാദത്തിന് നൽകിയ ഈ അർത്ഥം മാറ്റിവെച്ച് ഒരു പുതിയ അർത്ഥം കണ്ടെത്തിയിരിക്കുകയാണ് ബിദ്അത്തുകാർ. മറഞ്ഞ വഴിയിലൂടെ ഗുണമോ നേട്ടമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ കണ്ടെത്തിയ ഇബാദത്തിൻ്റെ പുതിയ നിർവചനം. ഭാഷാപരമായോ പ്രയോഗപരമായോ യാതൊരു പിന്തുണയും ന്യായവുമില്ലാത്ത ഒരു അർത്ഥകൽപ്പനയാണിത്. ഇബാദത്തിന് ഇങ്ങനൊരർത്ഥം മുൻഗാമികളാരും പറഞ്ഞിട്ടില്ല. നബിമാരോടും പുണ്യാത്മാക്കളോടും ആവലാദികൾ ബോധിപ്പിക്കുന്നത് ശിർക്കാണെന്നാരോപിച്ച് രംഗത്ത് വന്ന 8-ാം നൂറ്റാണ്ടിൽ രംഗത്ത് വന്ന ഇബ്നു തൈമിയയും തൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമും ഇങ്ങനൊരർത്ഥം ഇബാദത്തിന് അവർ കൽപ്പിച്ചിട്ടില്ല. മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥത്തെ അവർ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ വഹാബി തലവന്മാരായി രംഗത്ത് വന്ന റഷീദ് റിളായും മുഹമ്മദ് അബ്ദുവുമാണ് ഈ പുതിയ അർത്ഥം ഇബാദത്തിന് പടച്ചുണ്ടാക്കിയത്. ഇക്കഥകളൊന്നും അറിയാതെയാണ് വഹാബി കുഞ്ഞാടുകൾ അള്ളാഹുവല്ലാത്തവരെ വിളിക്കുന്നതും മറഞ്ഞ വഴിയിലൂടെ സഹായം പ്രതീക്ഷിക്കുന്നതും ശിർക്കാണെന്ന് ഒരു വലിയ തത്വമായി ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. അതിൻ്റെ പേരിൽ മുവഹിദുകളായ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് മുദ്രയടിക്കുന്നതും ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിക്കുവാനും അതിൻ്റെ ഒപ്പം നിൽക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.